129 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരണഭീതിയിൽ കഴിയുന്ന കേരളത്തിലെ ജനങ്ങൾ തെരുവിലേക്കിറങ്ങുവാൻ, അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുവാൻ, ഇവിടുത്തെ നിയമ സംവിധാനത്തെ ആകർഷിക്കുവാൻ, ലോക ശ്രദ്ധ ആകർഷിക്കുവാൻ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതെല്ലാ ജനവിഭാഗത്തെയും അതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമ്മൾ മുന്നോട്ട് വരണം. കേരള ജനത ഒന്നായി ഇനിയും ഈ മരണഭീതിയിൽ ഇവിടുത്തെ ജനങ്ങളെ തള്ളിയിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പോലും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ള ബോധ്യം നമ്മൾ ഉൾക്കൊണ്ട് ഏത് സമയത്തും ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഇത്രയും ജനങ്ങൾ, ഏതാണ്ട് 45 ലക്ഷം ജനങ്ങൾ, അവരുടെ സമ്പാദ്യങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, എല്ലാ ജന്തുവിഭാഗങ്ങളും എല്ലാം നശിച്ച് ഇല്ലാതാകും. ആ ജീവജാലങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഈ കേരളം പിന്നെന്ത് ദൈവത്തിൻ്റെ നാട്? മനുഷ്യരാശി മുഴുവനും നഷ്ടപ്പെട്ടിട്ട് കേരളം എങ്ങനെ ദൈവത്തിൻ്റെ നാടാവും? അവൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട്, അവനും നഷ്ടപ്പെട്ടിട്ട് എങ്ങനെ ദൈവത്തിൻ്റെ നാട് എന്ന് കേരളം അറിയപ്പെടും? അപ്പോൾ ദൈവത്തിൻ്റെ നാട് എന്ന് ഇനിയും ഈ നാടിനെ, ഈ കേരളത്തെ വിളിക്കരുത് എന്നാഗ്രഹിക്കുന്ന ആരൊക്കെയോ അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഇവിടുത്തെ ജനവിഭാഗം, നമ്മൾ നാനാജാതി മതസ്ഥർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുന്നിട്ടിറങ്ങിയെങ്കിലേ പറ്റൂ. എങ്കിലേ അത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെല്ലാം അവരുടെ എല്ലാം ശ്രദ്ധ ആകർഷിച്ചും ലോക ശ്രദ്ധ ആകർഷിച്ചും അതിനൊരു ശാശ്വതമായ പരിഹാരം വേഗത്തിൽ നടപ്പാകുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് നാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സർവ്വതും മറന്ന് നമ്മുടെ ജീവനും നമ്മുടെ അടുത്ത തലമുറയുടെ ജീവനും സകല ജീവജാലങ്ങളുടെയും ജീവനും എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതാകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങിയെങ്കിലേ പറ്റൂ. അതിന് സാധാരണക്കാരായ എല്ലാ ജനങ്ങളെയും ഉദ്ബോധിപ്പിക്കുവാൻ ഇവിടുത്തെ എല്ലാ ചാനലുകളെയും, ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളെയും, എല്ലാ വ്ളോഗർമാരെയും, നമുക്കൊരുപാട് വ്ളോഗർമാരുണ്ട്, ഒരുപാട് ആരാധ്യരായ ആളുകൾ പിന്തുടരുന്ന ഒരുപാട് ചാനലുകളുണ്ട്. എല്ലാ വ്ളോഗർമാരും, മലയാളികളായ എല്ലാ വ്ളോഗർമാരും ദയവ് ചെയ്ത് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇത് ലോകത്തെ അറിയിക്കുവാൻ, ഈ ശബ്ദം ലോകത്തെ അറിയിക്കുവാൻ, ഈ നിലവിളി ലോകത്തെ അറിയിക്കുവാൻ മുന്നിട്ടിറങ്ങണം. ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇത് കേരളത്തിലെയും അല്ലെ ഇന്ത്യയിലുള്ള ആളുകളെയും ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകളെയും ഈ അപകട ഏറി നിൽക്കുന്ന ഈ ജലബോംബിനെക്കുറിച്ച് എല്ലാവരെയും വിശദമായി അറിയിച്ചാൽ മാത്രമെങ്കിലേ നമുക്കിതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ സംസാരിച്ചിട്ടോ നിങ്ങൾ വ്ളോഗ് ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എല്ലാവരും ഒരു നിമിഷം പാഴാക്കാതെ, എല്ലാ വ്ളോഗർമാരും, എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും, ദയവ് ചെയ്ത് എല്ലാ ചാനലുകാരും ഇതിന് പ്രാധാന്യം കൊടുക്കുക. ഇത് നമ്മുടെ ജീവനാണ്. നമ്മളില്ല എങ്കിൽ പിന്നെ ആർക്ക് കാണാനാണിതെല്ലാം? അപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് സകലമാന ആളുകളെയും എല്ലാം മാറ്റിവെച്ച്, എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച്, ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യന് ജീവനുണ്ടെങ്കിലേ അവൻ ജോലി ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ, അല്ലേ? ജീവനില്ലാത്തവന് വേണ്ടി നിങ്ങൾ ഇന്ന് എന്തിന് കഷ്ടപ്പെടുന്നു? ജീവൻ നഷ്ടമാകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എന്തിന് ജോലി? അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ഒന്നിച്ച് നിരത്തിലേക്ക് ഇറങ്ങുക. നമ്മൾ പ്രതിഷേധം കാട്ടുന്നത് രാജ്യത്തിനെതിരെ അല്ല,
നമ്മുടെ ജീവൻ സംരക്ഷിക്കാനാണ്. നമ്മളൊരു ബഹളത്തിനുമല്ല, ഒരു അക്രമത്തിനുമല്ല. പക്ഷേ അവർക്ക് വേണ്ടി ആയുഷ്കാലം മുഴുവൻ 999 വർഷം ഒരു കാലഹരണപ്പെട്ട ഒരു ഡാം, 60 വർഷം മാത്രം ആയുസ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഡാം അവിടെ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം അതിൽ? സമ്മതിച്ചു കൊടുക്കാനൊക്കില്ല. ഇത് ജീവൻ്റെ വിഷയമാണ്, നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ്റെ വിഷയമാണ്, എല്ലാ വ്ളോഗർമാരും. അതുകൊണ്ട് ഇന്ന് തന്നെ അതിന് നിങ്ങളെല്ലാവരും മുൻകൈയെടുത്ത് എല്ലാവരും ഓരോ വ്ളോഗുകൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് വോയിസ് മെയിൽ കൂടി എല്ലാം നാനാജാതി മതസ്ഥരെയും, നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും കേരളീയരാണ്, എല്ലാ മതക്കാരും കേരളീയരാണ്. കേരളം ഉണ്ടെങ്കിലെല്ലാം ഉള്ളൂ, ബാക്കിയെല്ലാം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. താമസിക്കരുത്, എല്ലാം അതിൻ്റെ ഡെഡ് എൻഡിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ബോധ്യം ഉൾക്കൊണ്ട് നമുക്കൊന്നിച്ച് മുന്നേറാം. താങ്ക് യു.